ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം BSc. ഇന്ന് നമുക്ക് അടിയന്തരാവസ്ഥയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ ആർട്ടിക്കിൾ 360 വരെയാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. 3 തരം അടിയന്തരാവസ്ഥയുള്ളത്: ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ചും ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ചും ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ചുമാണ് പറയുന്നത്. ഈ 3 ആർട്ടിക്കിളും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഈ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ എന്ന ആശയം നമ്മൾ ജർമ്മനിയുടെ ഭരണഘടനയിൽ, അതായത് വെയ്മർ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ഈ ദേശീയ അടിയന്തരാവസ്ഥ തന്നെ 2 തരത്തിലാണുള്ളത്: എക്സ്റ്റേണൽ എമർജൻസിയും ഇന്റേണൽ എമർജൻസിയും. യുദ്ധം, വിദേശ കടന്നുകയറ്റം, അതായത് ഇന്ത്യക്ക് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ എമർജൻസി എന്നും, എന്നാൽ സായുധ കലാപം, സായുധ വിപ്ലവം മൂലം ഒരു അടിയന്തരാവസ്ഥ, അതായത് ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനെ ഇന്റേണൽ എമർജൻസി എന്നും പറയുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായ ആഭ്യന്തര അസ്വസ്ഥത, അതായത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന പദം മാറ്റി സായുധ കലാപം, അതായത് ആംഡ് റെബല്യൻ എന്ന പദം കൂട്ടിച്ചേർത്തത് 1978 44 ഭേദഗതിയിലൂടെയാണ്. നിലവിൽ ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സായുധ കലാപം, ആംഡ് റെബല്യൻ എന്നതാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ 1 മാസത്തിനകം പാർലമെന്റ് അംഗീകാരം നൽകണം. പാർലമെന്റ് അംഗീകാരം നൽകി കഴിഞ്ഞാൽ ഈ അടിയന്തരാവസ്ഥ 6 മാസത്തേക്ക് തുടരാം. തുടർന്ന് ഓരോ 6 മാസവും പാർലമെന്റ് അംഗീകാരം നൽകുന്നതിനനുസരിച്ച് അനിശ്ചിതകാലത്തേക്ക് അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടുപോകാനും സാധിക്കും. ഏറ്റവും അടിസ്ഥാനപരമായി ഒരു പൗരന് ലഭിക്കേണ്ട അവകാശങ്ങളാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 എന്നീ അവകാശങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മൗലികാവകാശങ്ങളും അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദാക്കപ്പെടുന്നു. എന്താണ് ആർട്ടിക്കിൾ 20? കുറ്റാരോപിതർക്കുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല എന്നും, ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ 1-ൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നും, ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തന്നെ തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്നും ഒക്കെയാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 21 വ്യക്തി സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും ജീവിക്കാനുള്ള അവകാശത്തിനെ കുറിച്ചുമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അടിയന്തരാവസ്ഥ കാലമാണെന്ന് വെച്ചിട്ട് ജീവിക്കാനുള്ള അവകാശമോ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യമോ കുറ്റാരോപിതർക്കുള്ള സംരക്ഷണമോ റദ്ദ് ചെയ്യപ്പെടുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനോ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള അവകാശം റദ്ദ് ചെയ്യാനും രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 359. എന്നാൽ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദാക്കപ്പെടും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 358. ഏതൊക്കെയാണ് ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ? 19A പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ്. B, നിരായുധരായി സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം. C പറയുന്നത് സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. 19 ക്ലോസ് D പറയുന്നത് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും. 19 ക്ലോസ് E പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസമാക്കുവാനുള്ള സ്വാതന്ത്ര്യവും. 19 ക്ലോസ് G പറയുന്നത് മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനും മറ്റ് കച്ചവട കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനുമുള്ള സ്വാതന്ത്ര്യവുമാണ്. ഈ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ബാഹ്യ അടിയന്തരാവസ്ഥ, അതായത് എക്സ്റ്റേണൽ എമർജൻസി കാലത്ത് മാത്രമേ റദ്ദ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇന്ത്യക്ക് അകത്തുള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് ഇന്റേണൽ എമർജൻസി കാലത്ത് സായുധ കലാപം മൂലമുണ്ടാവുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യാൻ കഴിയില്ല.
എത്ര തവണയാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 3 തവണയാണ്. 1962, 1971, 1975. 1962 ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 62 ഇന്ത്യ ചൈന യുദ്ധ സമയത്താണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1962 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പിൻവലിച്ചത് രാഷ്ട്രപതിയായിട്ടുള്ള സക്കീർ ഹുസൈൻ ആണ്. 1971 രണ്ടാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് VV ഗിരി ആയിരുന്നു. ഇന്ത്യ പാക് യുദ്ധ സമയത്താണ് VV ഗിരി 1971 ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി. ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് BD ജെട്ടിയാണ്. 1971 അടിയന്തരാവസ്ഥ, അതായത് അതൊരു എക്സ്റ്റേണൽ എമർജൻസിയാണ്, യുദ്ധം മൂലമാണ് പ്രഖ്യാപിക്കുന്നത്, അതുകൊണ്ട് അതൊരു എക്സ്റ്റേണൽ എമർജൻസിയാണ്. അത് നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് 1975 ഒരു ഇന്റേണൽ എമർജൻസി നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രഖ്യാപിക്കുന്നത്. 1971 അടിയന്തരാവസ്ഥ സമയത്തും 75 അടിയന്തരാവസ്ഥ സമയത്തും നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഈ 71 അടിയന്തരാവസ്ഥയും 75 അടിയന്തരാവസ്ഥയും ഒരുമിച്ച് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ള BD ജെട്ടിയാണ് പിൻവലിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അടിയന്തരാവസ്ഥ എന്താണെന്ന് പഠിച്ചു. ഭരണഘടനയിൽ അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്ന ഭാഗവും ആർട്ടിക്കിളും എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥ ഉണ്ടെന്നും ആ ആർട്ടിക്കിൾസും, ഇനി ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള കാര്യങ്ങളും, എങ്ങനെയൊക്കെയാണ് പ്രഖ്യാപിക്കുന്നത്, ആര് പ്രഖ്യാപിക്കുന്നു, എങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു തുടങ്ങിയ കാര്യങ്ങളും, മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 359 തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ബാക്കിയുള്ള സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ നമുക്ക് നമ്മുടെ പുതിയ LDC ബാച്ചിൽ പഠിക്കാം. അപ്പൊ ഒരു കഥ പോലെ പഠിച്ചെടുത്തതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്